പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കണ്ണിന് ചെറിയൊരു വേദനയൊക്കെ കുറച്ചായി. കണ്ണിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കണ്ണാടിയൊക്കെ വെച്ചേക്കുക. അപ്പം വേറെ ആരുമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ തന്നെ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? ഇവിടെ മഴയൊക്കെ ഒന്ന് കുറവുണ്ട്. കൃഷികളൊക്കെ എല്ലാവരും തുടങ്ങി. എല്ലാവരും ഒരു ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളെടുത്ത് വെച്ചേക്കുന്ന പച്ചക്കറി തൈകളും ഒക്കെ എല്ലാവരും കൊണ്ടുപോയി. സന്തോഷമുണ്ട്. കാരണം ഇതിരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലാഭവും പോവും, എല്ലാം പോവും. അത് കാരണം അതൊക്കെ എല്ലാം പോയി. അടുത്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കൃഷി തുടങ്ങി എല്ലാവരും. അതുകൊണ്ടാണ് എല്ലാവരും ഓടി ഓടി വരുന്നത്. പിന്നെ ഞാനിപ്പോൾ വീട്ടിൽ ചെറിയ ചെറിയ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് പേരൊക്കെ ചെറിയ വിലയ്ക്കാണ് കൊടുക്കുന്നത്. കാരണം നേഴ്സറിലൊക്കെ നല്ല വിലയാണ്. നേഴ്സറിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാലും അവരൊറ്റ ഒരു വില പറയും. അപ്പം നമ്മളത് എടുത്തുകൊണ്ട് പോരണം. ഇഷ്ടപ്പെട്ട പ്ലാന്റാണെങ്കിൽ നമ്മളാരും വില നോക്കാതെ തന്നെ എടുത്തുകൊണ്ട് പോരും. അപ്പോൾ അത് കാരണം ഞാൻ എല്ലാവർക്കും ചെറിയ ചെറിയ പ്ലാന്റായിട്ട് പിടിപ്പിച്ചിട്ട് ചെറിയ വിലയ്ക്ക് കൊടുക്കും. അതെല്ലാവർക്കും ഒരു ഉപകാരമാണ്. ഇന്നും വന്നൊരാൾ പറഞ്ഞ് പിന്നെ ഓർഡർ തരും. ഇന്ന നമ്മൾ ഇത് വെച്ചേക്കും. അത് കാണുമ്പോഴത്തേക്കിന് ചെടികളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ വെക്കുമ്പം അത് ആൾക്കാർ കാണുമ്പോഴത്തേക്കിന് പറയും എനിക്ക് ഇന്ന പ്ലാന്റ് വേണമെന്ന് പറയുമ്പം ഞാൻ ആ നമ്പർ വെച്ചിട്ട് ഇത് പിടിപ്പിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും. എനിക്കൊരു വരുമാനവും വേണ്ടായോ. ഞാൻ വീട്ടിലൊക്കെ കുറേ ചെടി ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഈ ഷോപ്പുള്ളതുകൊണ്ട് ഷോപ്പ് വഴി തന്നെ കൊടുക്കും. അപ്പോൾ ഷോപ്പിലെ ഫണ്ട് ഞാൻ തന്നെ കൈകാര്യം ചെയ്ത്. എന്നാലും അതല്ല, നമുക്ക് ചെടികളിൽ നിന്നൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇതിനകത്ത് എന്ത് ലാഭം കിട്ടാനോ? വലിയ ലാഭമൊന്നും കിട്ടത്തൊന്നുമില്ല. പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ജോലിയായിട്ട് തന്നെ ഇതിപ്പം കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും അടുക്കളത്തോട്ടം റെഡിയാക്കണം കേട്ടോ. ഇപ്പോൾ അധികം സമയമൊന്നുമില്ല നമുക്ക് എപ്പോഴും അടുക്കളത്തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കണം. അതിലൊരു സീസണായിട്ട് കുറച്ച് ചെയ്ത് പിന്നെ നോക്കാതിരിക്കരുത്. എപ്പോഴും നമുക്ക് അതിനകത്തുനിന്ന് പറിച്ച് പച്ചക്കറികളൊക്കെ എടുക്കാവുന്ന രീതിയിലാണ് എല്ലാവരും സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ജൈവവളമൊക്കെ ഇടുക. വീട്ടിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉള്ളത്. നമ്മൾ അടുക്കള നോക്കി തന്നെ എന്തുമാത്രം വേസ്റ്റാണ് ഉള്ളത്. പച്ചക്കറി അരിയുന്നതും തേയിലയും മുട്ടത്തോടും അല്ലേ, സവോളയുടെ പൊടിയാണെങ്കിലും. ഇപ്പോൾ സവോളയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചീഞ്ഞ് പോകും. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഈ ഇന്നോക്കുലം എന്ന് പറഞ്ഞ പിന്നെ വളം ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ആക്കുന്ന ആ പൗഡർ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് പൊടി. ഒരു മാസം നമുക്ക് വേസ്റ്റ് എല്ലാം കൂടെ മാറ്റി വെച്ചാൽ ഒരു മാസം കൊണ്ട് അത് പ്രോസസ്സിങ് ചെയ്ത് നല്ലൊരു പൗഡറാകും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെല്ലാം ചെയ്യണം. എപ്പോഴും വാങ്ങിക്കാതെ തന്നെ വീട്ടിലുണ്ടാക്കാവുന്ന രീതിയിലുള്ള കമ്പോസ്റ്റൊക്കെ നമ്മൾ തയ്യാറാക്കണം. എന്തായാലും എല്ലാവരും കൃഷിയിലേക്ക് തിരിയുക കേട്ടോ. ഓക്കെ.